ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരുടെയും ജീവിതത്തിൽ നിരാശ ബാധിച്ചപ്പോൾ, അവരുടെ ജീവിതത്തിലെ സന്തോഷം ദുഃഖമായി തീർന്നപ്പോൾ, എത്രയോ ഭവനങ്ങളിൽ കണ്ണുനീര് ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയ സന്തോഷത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷ നമ്മുടെ കർത്താവിങ്കലാണ്. സ്തോത്രം. ആ ദൈവം ഒരു സാഹചര്യത്തിൽ നമ്മളെ കൈവിടുകയില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശയും ഉറപ്പുമാണ്. അതൊരു ശുഭാപ്തി വിശ്വാസമാണ്. സ്തോത്രം. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഒരു രാജാവിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കും. ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, കൊച്ചുമകനാണ്. ആ രാജാവിന് പെട്ടെന്ന് ഒരു അസുഖം വന്ന് താൻ മരിച്ചു പോകാറായി. ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ രാജാവിൻ്റെ അടുക്കലേക്ക്, കൊട്ടാരത്തിലേക്ക് അയച്ചിട്ട്, രാജാവേ, നീ മരിച്ചു പോകും എന്ന് ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു. ആ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട ഹിസ്കിയാവ് ഉടൻ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാനിടയായി, നിലവിളിക്കുവാനിടയായി, പ്രാർത്ഥിക്കുവാനിടയായി. തന്മൂലം ദൈവം തൻ്റെ തീരുമാനം മാറ്റി ഹിസ്കിയാവിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഹിസ്കിയാവ് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. തൻ്റെ രോഗമായിരുന്നു തൻ്റെ മരണത്തിൻ്റെ കാരണം. എന്നാൽ ആ ഹിസ്കിയാവ് പറയുന്നു, അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന് പറഞ്ഞാൽ, താൻ മരണത്തിൻ്റെ വാതിലുകൾക്കടുത്ത് വരെ എത്തി. സമയം കുറിച്ച് കഴിഞ്ഞതാ. തൻ്റെ രോഗം മൂലം തൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടു എന്ന് വിധിയെടുത്ത് നടന്നു കഴിഞ്ഞപ്പോൾ, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഹിസ്കിയാവ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാനും സമാധാനമുണ്ടാകുവാനും ഈ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും എൻ്റെ രോഗം കാരണമായി തീർന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിൽ ആരെങ്കിലും രോഗം വന്നത് നന്നായി, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ടായെന്ന് പറയുന്നത് കേട്ടുകേൾവി പോലുമില്ല. സ്തോത്രം. ഹിസ്കിയാവിൻ്റെ വല്യപ്പച്ചനാണ് ദാവീദ്. ദാവീദ് പറയുന്നുണ്ട് 119-ാം സങ്കീർത്തനത്തിൻ്റെ 71-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി. അതെ, തൻ്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ വന്നത് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവസന്നിധി ഇരിക്കുവാൻ, കരയുവാൻ, നിലവിളിക്കുവാനൊക്കെ ഇടയായി, കാരണമായി തീർന്നു എന്ന് പറഞ്ഞ് ദാവീദാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഈ 2 പേര് മാത്രമേ ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടങ്ങളും വന്നത്, രോഗങ്ങൾ വന്നത് നന്നായി എന്ന് പറയുന്നത് നാം കാണുന്നുള്ളൂ. സ്തോത്രം.
അങ്ങനെ പറയുവാൻ കഴിയുന്നത് ഒരു വലിയ അനുഭവമാണ്. സ്തോത്രം. എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? പലരും പിറുപിറുക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ആരാധന പോലും മുടക്കി, കൂട്ടായ്മകൾ പോലും മുടക്കി, ദൈവാലയത്തിൽ പോകാതെ ഭവനങ്ങളിലിരിക്കും. ദൈവത്തോട് പിണക്കമാണ്. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അത് മനുഷ്യ സഹജമായ ഒരു ചിന്തയാണ്. എന്നാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നത്, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനെന്തോ വലിയ ഉദ്ദേശ്യമുണ്ട്, എൻ്റെ നന്മയ്ക്കായിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് എനിക്കിങ്ങനെ ഒരു പ്രതികൂലം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. സ്തോത്രം. അതാണ് ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഇതാ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഹിസ്കിയാവ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ, എനിക്കൊന്നുകൂടെ ദൈവത്തോട് അടുക്കുവാൻ എൻ്റെ രോഗം കാരണമായി തീർന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പിറുപിറുക്കാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ, ചോദ്യം ചെയ്യാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് അടുക്കുവാൻ ഇടയാകണമെന്നാണ് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ദൈവം അത്ഭുതം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കുവാനായിരിക്കാം ദൈവം അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വേഗത്തിലൊരു അത്ഭുതം കാണുവാനിടയാവും. ദാവീദിൻ്റെ ദൈവം, ഹിസ്കിയാവിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. വിശ്വസിക്കുന്ന ഏവർക്കും വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിശ്ചയമായും അത്ഭുതം പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും അത് പറയുവാൻ സാധിക്കും, എനിക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി, ഞാൻ അങ്ങനെ ഒരു പ്രതികൂലത്തിൽ കൂടി കടന്നുപോയത് എൻ്റെ ജീവിതത്തിൽ അത് ഗുണത്തിന് കാരണമായി തീർന്നു എന്ന് പറയുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ നല്ല പിതാവാണ്. ഒരപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ മക്കളുടെ സങ്കടങ്ങളെ അങ്ങ് അറിയണമേ, അവരുടെ വേദനകളെ അങ്ങ് അറിയണമേ. വേഗത്തിൽ ഹല്ലേലൂയ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി അവരെ സഹായിക്കണമേ. നിൻ്റെ മക്കളെ സഹായിപ്പാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല കർത്താവേ. ഒരു മനുഷ്യരിലും ആശ്രയിക്കുവാനിടയാകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അത്ഭുതം കാണുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങ് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് മാത്രമല്ലാതെ ഹല്ലേലൂയ സമാധാനം തിരികെ തരുവാൻ സാധ്യമല്ല. അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ യുദ്ധങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ചില രാജ്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെങ്കിലും ലോകം മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വേഗത്തിൽ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് സന്ധ്യ സംഭാഷണത്തിൽ കൂടി ഒരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായി ലോക നേതാക്കന്മാരെ, രാജ്യങ്ങളെ, തലവന്മാരെ ഒക്കെ കർത്താവെ അവിടെ സന്ദർശിക്കണമേ, അവരോട് ഇടപെടണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആമേൻ, ആ മേഖലകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആർക്കും ഒരു ആപത്തും അനർത്ഥങ്ങളും ഒന്നും ഉണ്ടാകുവാനിടയാകാതെ അവരെല്ലാവരും കർത്താവെ അവിടുന്ന് ആമേൻ ഹല്ലേലൂയ ദൂതന്മാരുടെ കാവലിൽ പരിപാലിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ സഹായിക്കണമേ. ആമേൻ ഹല്ലേലൂയ. വിസ ലഭിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ആമേൻ അതുപോലെ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യത്തു നിന്ന് നാട്ടിലേക്ക് അവധിക്ക് വന്നിട്ടും മടങ്ങിപ്പോകാൻ കഴിയാതെ
വിമാനങ്ങളില്ലാത്തത് മൂലം പോകുവാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അതിനുള്ള പരിഹാരം അവിടുന്ന് ഒരുക്കി തരണമേ. വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും കഴിഞ്ഞു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ അത്ഭുതത്തിന് വഴികൾ അവർ തുറന്നുകൊണ്ട് സഹായിക്കണമേ. കടഭാരങ്ങൾ നീക്കി അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേഗത്തിൽ അവിടുത്തെ കരം നീട്ടി ഈ 2016 തന്നെ അവർക്ക് കർത്താവെ അരളി അവരുടെ മടിയിൽ കുഞ്ഞുങ്ങളെ നൽകിയ കർത്താവ് മാനിച്ചനാണ് സ്തോത്രം. അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചനാണ് സ്തോത്രം കർത്താവെ. അതുപോലെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, ഭവനങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുന്ന പ്രത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങൊന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഒന്ന് തൊട്ടാൽ അവരെല്ലാവരും സൗഖ്യമാകും. അങ്ങ് മനസ്സിലെന്ന് പ്രത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, നിരാശയിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് പ്രത്യാശ നൽകണമേ. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരുണ്ട്, അവരെ ദൈവത്തിലേക്ക് മടക്കി വരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. സ്തോത്രം കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥഘട്ടനായ സ്തോത്രം. അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുത്തനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയുടെ കേട്ട് ഉത്തരമരുളവരാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഈ ഹല്ലേലൂയ മെസ്സേജ് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പിന്നെയും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.